അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ജസീറിന് ഹിജാബിയോടുള്ള പ്രണയം കൂടിക്കൊണ്ടേ വരികയാണ്. അതെ, അവൾ ഉറക്കിലും ഉണർവിലും ഭക്ഷണം കഴിക്കുമ്പോഴും എപ്പോഴും അവളുടെ മുഖമാണ്. ഉമ്മയാണെങ്കിൽ നല്ല കണക്കിന് ചീത്ത പറയുന്നുണ്ട്. ഇങ്ങനൊരു പെൺകോന്തിനെ ഞാൻ കണ്ടിട്ടില്ല. ആ പെമ്പർന്നോൾ ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച കാലം മുതൽ എൻ്റെ കുട്ടിയുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ട്. അവൻ ഇങ്ങനെ അല്ലായിരുന്നു, നല്ല ആൺകുട്ടിയായിരുന്നു. ഇപ്പം കണ്ടില്ല, ഓൻ എന്തോ ഒരു ചിന്താഗതിയിലാണ്. എന്താന്നില്ലേ നൂർജഹാൻ, ഇങ്ങനെയാണെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ട, നീ ഇറങ്ങിപ്പോയിക്കോ ഇവിടുന്ന്. എൻ്റെ ആങ്ങളുടെ മോളൊന്നും ഞാൻ നിന്നെ വിചാരിക്കൂല. കാരണം നീയാണ് എൻ്റെ മോനെ ചീത്ത പറഞ്ഞ് കേടുവരുത്തിയത്. ഉമ്മ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ചീത്ത പറയേ? എന്നാൽ ഈയാണ് എന്തൊക്കെയോ ഓന് മാറ്റം വന്നിക്കണ്. അവനിങ്ങനെ അല്ലായിരുന്നു. അതെ, ഉമ്മ നൂർജഹാനെ നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട്. എന്നാൽ നൂർജഹാൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾ എന്തേ പറയുന്നത്? ഒരാൾ നന്നാകുന്ന ഉമ്മാക്ക് ഇഷ്ടമല്ലേ? നിങ്ങൾ പെറ്റ ഉമ്മയല്ലേ? മക്കൾ നന്നാവണേ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കല്. പക്ഷെ നിങ്ങൾ ഭയങ്കര മോശമാണല്ലോ. ഇങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? എൻ്റെ ആ കുരുത്തം കെട്ട മോനുണ്ടല്ലോ, അവൻ്റെ ആദ്യ ഭാര്യൻ്റെ അടുത്തേക്ക് പോയിക്കാണ്, ഹാദിയൻ്റെ അടുത്തേക്ക്. നാണമുണ്ടോ അവനക്ക്? എന്തിൻ്റെ കേടാ അവനക്ക്? നേരെ അതാ ജസീറിൻ്റെ അരികിലേക്ക് ഉമ്മ ദേഷ്യം പിടിച്ചു വന്നു. ജസീറെ, എന്തിനാ നീ ഹാദിയൻ്റെ വീട്ടിലേക്ക് പോയത്? കാല് പിടിക്കാൻ അവളെ. ഉമ്മ, എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റ് ഒന്ന് ഏറ്റു പറയാനായിരുന്നു. നാണമുണ്ടോ നിനക്ക്? നീ എങ്ങനെയായിരുന്നു? ആളുകളെ കൊല്ലുന്നതിനും ആളുകളെ വഞ്ചിക്കുന്നതിനും ഉപദ്രവിക്കുന്നതിനും നിനക്ക് യാതൊരു മടിയുണ്ടായിരുന്നല്ലോ. ഇപ്പം എന്താ അവളെ കല്യാണം കഴിച്ച് ഒഴിവാക്കി അവൾ മറ്റുള്ള ഒരുത്തൻ്റെ കൂടെ ജീവിക്കുകയാണ്. ആ ഒരു ബോധം പോലും നിനക്കില്ലല്ലോ. അവൾ ആദ്യം ആഗ്രഹിച്ചതായിരുന്നു ഒരു ഉസ്താദ് എന്നുള്ളതൊക്കെ എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടു. ഏതായാലും മൂപ്പരെ തന്നെ കിട്ടി. നിന്നെ ചതിച്ചതാണ് അവള്. ഉമ്മ, അവൾ ജീവിച്ചോട്ടെ, നല്ല രീതിയിൽ ജീവിക്കട്ടെ. ഞാൻ കണ്ടു അവളുടെ ഭർത്താവിനെ, നല്ലൊരു മനുഷ്യനാണ്. അവൾ രക്ഷപ്പെടട്ടെ. എൻ്റെ അടുത്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൾ എന്നേ. നാണമില്ലല്ലോ ഒഴിവാക്കിയ പെണ്ണിൻ്റെ അടുത്തേക്ക് വീണ്ടും പോകാൻ. നിന്നെ ഉപേക്ഷിച്ച് അവൾ പോയി വേറെ വിവാഹം കഴിച്ചു. പോരാത്തതിന് നീ അവളുടെ അടുത്ത് പോയി മാപ്പ് പറയാം. നിനക്ക് നാണമുണ്ടോടാ? ശരിക്കും ഉമ്മ അവനെ വിമർശിച്ചു കൊണ്ടിരുന്നു. അതെ, എൻ്റെ മുഖത്തേക്ക് പോലും നീ നോക്കണ്ട, മനസ്സിലാക്കിക്കോ. ശരിക്കും അതാ ജസീറിനെ ഉമ്മ നല്ല രീതിയിൽ പറയുന്നുണ്ട്. നൂർജഹാന് അതൊട്ടും സഹിക്കാനും കഴിയുന്നില്ല. പഠിച്ചോനെ, അതിനിപ്പോൾ എന്താ മാപ്പ് പറഞ്ഞ ഇത്ര വലിയ മോശമുള്ള കാര്യമാണോ? എൻ്റെ മോന് ജസീർ, അവൻ ആ പെണ്ണിൻ്റെ കാൽക്കലേക്ക് പോകാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. എന്തൊരു മോശത്തരാ ഓൻ ചെയ്തത്. ഈ തറവാടിനെ പറയിപ്പിക്കരുത് കേട്ടോ ജസീർ. നീ ഒരു പുണ്യാളം വന്നിക്കണ്. ഇപ്പോൾ കുറച്ച് ദിവസമായി നിസ്കാരവും ഓത്തും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതെ, അവൻ ഖുർആൻ ഓതുമ്പോൾ തന്നെ ഉമ്മ അവൻ്റെ അടുത്തേക്കെത്തി. തലക്ക് വട്ട് ശരിക്കും പിടിച്ചു. ഇപ്പോൾ മനസ്സിലായി, വട്ട് തന്നെ വട്ട്. നിനക്ക് ഭ്രാന്തുണ്ടോടാ? ശരിക്കും നൂർജഹാൻ അത് കേട്ട് അങ്ങോട്ട് വന്നു. ഉമ്മ, ഖുർആൻ ഓതുന്നത് ഭ്രാന്താണോ? അല്ലേ, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ അതൊരു ഭ്രാന്ത് തന്നെയാണ്. ഇതൊരു തരം ഭ്രാന്താണ്. എന്ത് ഭ്രാന്താണാവോ? എന്നാൽ ജസീർ ഉമ്മയുടെ വാക്കുകൾക്കൊന്നും ഒന്നും മറുത്തൊന്നും മറുപടി പറഞ്ഞില്ല. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അതെ, ആ ഹിജാബി പറഞ്ഞ വാക്കുകളായിരുന്നു. അതായത്, ഉമ്മ എന്തെങ്കിലും പറഞ്ഞാലും ഒന്നും എതിര് പറയരുത്, ഒന്നും ചീത്ത പറയരുത്, ഒന്നും എതിർക്കരുത് എന്നുള്ള വാക്കുകളായിരുന്നു. ആരൊക്കെ എന്തൊക്കെ തന്നെ എതിർത്താലും നമ്മുടെ ജസീറിൻ്റെ മനസ്സിൽ അവൾ മാത്രമായിരുന്നു. എത്ര ദിവസങ്ങളായി അവളുടെ ശബ്ദം മാത്രമാണ് അവന് കൂട്ടായിരുന്നത്. ആ ശബ്ദം കേൾക്കുമ്പോഴെല്ലാം അവൻ്റെ മനസ്സ് പൂത്തുലയുമായിരുന്നു. പക്ഷേ ആ ശബ്ദത്തിൻ്റെ ഉടമയെ അവൻ ഒന്നുകൂടി വ്യക്തമായി കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. ഒരിക്കലും അവളെ ഞാൻ കണ്ടിട്ടില്ല. അതെ, കണ്ടിട്ടുണ്ട് അവളുടെ കണ്ണുകൾ മാത്രം, അവളുടെ ശബ്ദം മാത്രം, അല്ലാതെ വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതെ, അവളെ ഒന്ന് കാണുവാൻ എനിക്ക് വല്ലാത്ത കൊതിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആ ശബ്ദത്തിൻ്റെ ഉടമയെ വ്യക്തമായി കാണുവാൻ അവന് കഴിഞ്ഞിരുന്നില്ല എന്നർത്ഥം. ആ രാത്രി പതിവ് പോലെ അവൻ മാളികക്ക് മുകളിലുള്ള ആ ഒഴിഞ്ഞ റൂമിലെത്തി. സാധാരണ രീതിയിൽ ഹിജാബിയോട് സംസാരിക്കുന്ന സ്ഥലം അവിടെയാണ്. ഒരു നിമിഷം അവൻ അതാ ഫോണുമായി അങ്ങോട്ട് ചെന്നു. അതെ, പക്ഷെ അവൻ നോക്കിയത് ഫോണിലേക്കല്ലായിരുന്നു. അവൻ ആ ശൂന്യതയിലേക്ക് നോക്കി. ആ റൂമിൽ ഒഴിഞ്ഞു കിടക്കുന്ന, അതായത് വളരെ ദൂരത്തേക്ക് കാണാവുന്ന നെൽപ്പാടങ്ങളും വയലുകളും ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളും കാണാം. അതിലൂടെ തൻ്റെ ഹിജാബി ഒഴുകി വരുന്നുണ്ട് എന്നൊക്കെയൊരു ചിന്തയായിരുന്നു അവൻ്റെ മനസ്സിൽ. ഒരു നിമിഷം അവൻ ഫോണിലേക്ക് നോക്കാതെ തന്നെ പറഞ്ഞു, ഹിജാബി, നീ ഇവിടെ ഉണ്ടോ? കുറച്ച് നിമിഷങ്ങൾ നിശബ്ദത.
പിന്നെ പരിചിതമായ സൗഹൃദത്തെ തഴുകുന്ന മധുരസ്വരം. അതെ, അപ്പോഴേക്കും അവൻ ഫോൺ എടുത്തു. ഞാനിവിടെയുണ്ട്. ജസീറിൻ്റെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് ഇന്നെങ്കിലും നിന്നെ ഒന്ന് എനിക്ക് കാണാൻ പറ്റുമോ? ശരിക്കും? ചെറിയൊരു ചിരി മാത്രം മറുപടിയായി കേട്ടു. എന്തിനാണ് എന്നെ ഇത്രയും കാണണമെന്ന് പറയുന്നത്? ഇത്രയും പെട്ടെന്ന് കാണണോ? ജസീർ ദീർഘമായി ശ്വാസമെടുത്തു. കാരണം ഞാൻ കേൾക്കുന്ന ഈ ശബ്ദത്തേക്കാൾ മനോഹരമായ മുഖം ലോകത്ത് എവിടെയും ഉണ്ടാകില്ലെന്ന് എനിക്ക് തോന്നുകയാണ്. 2 തവണ മാത്രമാണ് ഞാൻ നിന്നെ ദൂരെ നിന്ന് കണ്ടത്. ഒരിക്കൽ പോലും നീയുമായി ഒന്ന് ഇടപഴകുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം നീ വീണ്ടും മറഞ്ഞു. എന്തിനാണ് ഹിജാബി? നീ സത്യം പറയൂ. നീ ഒരു ജിന്നാണോ? നീ എൻ്റെ മുമ്പിലേക്ക് എന്താ വരാത്തത്? ഒരിക്കൽ പോലും എനിക്ക് നിൻ്റെ മുഖം കാണാതിരിക്കാൻ കഴിയുന്നില്ല. ഒരു വട്ടമെങ്കിലും കാണിച്ചു തന്നൂടെ? നിൻ്റെ ആ കണ്ണുകളിലൂടെയാണ് ഞാൻ നിൻ്റെ ശരീരം മുഴുവനായിട്ട് കാണുന്നത്. പക്ഷേ ഹിജാബി, നിനക്ക് ഒന്ന് കാണിച്ചു തന്നൂടെ എനിക്ക് നിന്നെ? അവളോട് അത് പറയുമ്പോൾ ഒരു നിമിഷം അവൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് പതറിപ്പോവുകയായിരുന്നു. ശരിക്കും ജസീറിന് അതൊരു ലഹരിയായി മാറിയിരിക്കുന്നു എന്നർത്ഥം. സത്യം പറ, നീ മനുഷ്യ സ്ത്രീയല്ലയോ? ഞാൻ കാര്യമായിട്ട് ചോദിക്കുകയാണ്. അവൻ മാളികയുടെ ആ ഒഴിഞ്ഞ റൂമിൽ ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കുകയാണ്. നൂർജഹാനോ ഉമ്മയോ ആ ഭാഗത്തേക്ക് വരാറില്ല. ആ ഭാഗത്തേക്ക് ആരും പോവാറില്ല എന്നതും വലിയൊരു സത്യം തന്നെയാണ്. അതെ, ആ തറവാട്ടിൽ വല്യമ്മയൊക്കെ പറയുമായിരുന്നു, ആ തറവാടിൻ്റെ മുകളിലത്തെ ആ മൂലയിൽ ഇരുന്നാലേ നമ്മൾ വേറൊരു ലോകത്തെത്തുന്നൊക്കെ. അതെ, അതവിടുത്തെ പ്രകൃതി ഭംഗി അങ്ങനെയാണ്. അതെല്ലാം ആസ്വദിച്ച് കൊണ്ടാണ് ഇപ്പോൾ ജസീർ ഇരിക്കുന്നത്. പക്ഷേ പലരുടെയും ആ പൂട്ടിയിട്ട റൂമിനുള്ളിൽ എന്തൊക്കെയോ ഉണ്ട് എന്നതും ഒരു വിശ്വാസം തന്നെയാണ്. ആ ഭാഗത്തേക്ക് ആരും പോകാറുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ സഫീർ പോകാറുണ്ടായിരുന്നു. എന്നാൽ ഈയിടെയായിട്ട് ആരും അത് തുറക്കാറും പോകാറുമില്ല. എന്നാൽ ഇപ്പോൾ ജസീർ അങ്ങോട്ട് പോകുന്നുണ്ട്. ജസീർ പോകുന്നത് വേറെ ഒന്നുകൊണ്ടുമല്ല. കാരണം അവൻക്ക് അവിടെയാണ് സ്വസ്ഥത. ആരും വരാത്ത ഇടം അവനാണ്. അവൻ്റെ പ്രിയപ്പെട്ട അവൻ്റെ സിരകളിലേക്ക് ഇരച്ചു കയറിയ ഹിജാബി എന്ന ആ പെണ്ണിനോട് സംസാരിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം അതാണ്. അതുകൊണ്ട് തന്നെ അവൻ ആ മാളികപ്പുറത്തേക്ക് ഒഴിഞ്ഞു പോകുക ഇപ്പോൾ പതിവാണ്. എന്നാൽ ഉമ്മാക്ക് ചെറിയൊരു സംശയമുണ്ട്, ഇവൻ എന്ത് കാര്യത്തിന് അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോകുന്നത് എന്നറിയുവാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ഭാഗത്തേക്ക് ആരും പ്രവേശിക്കാത്തത് കൊണ്ടും അല്പം ഭയമുള്ളത് കൊണ്ടും ആരും അങ്ങോട്ട് പ്രവേശിക്കില്ല. പക്ഷേ അവിടെ എത്തിയപ്പോൾ ജസീറിൻ്റെ മനസ്സാകെ മാറുകയാണ്. ഹിജാബിയിലേക്ക് അവനങ്ങ് ലയിച്ച് ചേരുന്ന പോലെയാണ്. അവൻ എന്തൊക്കെയോ ആയി തീരുകയാണ്. ഹിജാബി, സത്യം പറ, നീ ഒരു ജിന്നാണോ? എൻ്റെ മുമ്പിൽ നീ 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു എന്നത് ശരി തന്നെയാണ്. അതെ, എന്താ ഞാനീ കേൾക്കുന്നത്? ശരിക്കും പറ, നീ ജിന്നാണോ? നിന്നെ എന്തെനിക്ക് കാണുവാൻ സാധിക്കാത്തത്? അവളുടെ ചിരി പെട്ടെന്ന് നിലച്ചു. അങ്ങനെ എന്തുകൊണ്ട് ചോദിച്ചു? കാരണം മനുഷ്യരാരും ഇങ്ങനെ വരികയും പോവുകയും ചെയ്യില്ല. നീ വന്നാൽ പൂക്കളുടെ മണം പരക്കും. നീ സംസാരിച്ചാൽ എൻ്റെ എല്ലാ വേദനകളും ഇല്ലാതാകും. ഞാൻ അന്വേഷിക്കുമ്പോൾ നിന്നെ കാണാനാവില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. കുറച്ചു നേരം നിശബ്ദത. ഞാൻ ജിന്നായിരുന്നെങ്കിൽ? അവൻ ഒട്ടും ആലോചിക്കാതെ മറുപടി പറഞ്ഞു. എനിക്ക് ഒരു വ്യത്യാസവുമില്ല. എന്താ, ഭയമില്ലേ? ഇല്ല. ആളുകൾ എന്ത് പറയും? ഈ ലോകം മുഴുവൻ എനിക്കെതിരായാലും ഞാൻ നിന്നെ വിട്ടു പോകില്ല. നീ ജിന്നാണെങ്കിൽ ഹിജാബി, ഞാനും അതെ, ഞാനും ജിന്ന് തന്നെയാണ്. ഹിജാബിയുടെ ശ്വാസം ഒരു നിമിഷം വിറച്ചു. ജസീർ, നിനക്കറിയാമോ നീ എന്താണ് പറയുന്നതെന്ന്? എനിക്കറിയാം. എൻ്റെ ഹൃദയം പറയുന്നതാണ് ഞാൻ പറയുന്നത്. അവൻ കണ്ണുകൾ അടച്ചു. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ ഞാനൊരു നിമിഷം പോലും ആലോചിക്കില്ല. ആരാണ്? അത് നീ മാത്രം എനിക്ക് മതി എന്നതാണ് ഞാൻ വിചാരിക്കുക. ഹിജാബി. അവളൊന്നും പറഞ്ഞില്ല. ജസീർ തുടർന്നു. എനിക്ക് സമ്പത്തൊന്നും വേണ്ട, പ്രശസ്തിയും വേണ്ട. ഈ ലോകം മുഴുവൻ എൻ്റെ കയ്യിൽ തന്നാലും അതിനു പകരം നിന്നെ നഷ്ടമാവുമെങ്കിൽ ഞാനത് സ്വീകരിക്കില്ല. എനിക്ക് എന്തെന്നറിയില്ല. ഈ ദുനിയാവിലെത്തതൊന്നും വേണ്ട, നിന്നെ മാത്രം മതി ഹിജാബി. ഓ പിന്നെ, അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ കടമകൾ പൂർത്തീകരിക്കാനുണ്ടല്ലോ. എന്താ ഹിജാബി പറയുന്നത്? എന്തും ഞാൻ സ്വീകരിക്കും, എന്തും ഞാൻ കേൾക്കും. പറയൂ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? പറയാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടി അറിയണം. സത്യത്തിൽ ജസീർ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്താ ഹിജാബി നീ പറയുന്നത്? എൻ്റെ സിരകളിലൂടെ ഒഴുകുന്ന രക്തം നീയാണ്.
എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എത്ര ഇഷ്ടം? എണ്ണാൻ കഴിയാത്തത്ര. അതെന്താ അളവ്? ജസീർ പുഞ്ചിരിച്ചു. കടലിലെ ഓരോ തിരയും എണ്ണാൻ കഴിയുമോ? ഇല്ല. ആകാശത്തിലെ ഓരോ നക്ഷത്രവും അതുമില്ല. അത്രക്കും അതിനേക്കാൾ കൂടുതലാണോ? അതെ, സത്യമായിട്ടും എനിക്ക് അതിനേക്കാൾ കൂടുതലാണ് നിന്നോടുള്ള ഇഷ്ടം. പിന്നെ ആരോടെങ്കിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ ജസീർ നീ? ഏയ് ഇല്ല. ഞാൻ നിന്നോടാണ് ആദ്യമായിട്ട് ഇത്രയധികം. അപ്പോൾ പിന്നെ അവസാനമായിരിക്കില്ലേ? വീണ്ടും നിശബ്ദത. കുറച്ചു കഴിഞ്ഞ് ഹിജാബ് ചോദിച്ചു, ഞാൻ നാളെ ഇല്ലാതായാലോ? ജസീറിൻ്റെ ജീവിതത്തിൽ അങ്ങനെ നഷ്ടപ്പെട്ടത് വല്ലതും, സോറി, ഇഷ്ടപ്പെട്ടത് വല്ലതും ഇല്ലാതായിട്ടുണ്ടോ? ഒരു നിമിഷം ജസീർ ചിരിച്ചില്ല. അവൻ്റെ ഹൃദയം പൊട്ടുന്ന വേദനയായിരുന്നു. ഹിജാബി പ്ലീസ്, നീ അത് മാത്രം പറയരുത്. അപ്പം എന്നോട് പറഞ്ഞില്ലേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് ഇത്രമാത്രമെന്ന്, വേറൊരു പെണ്ണിനെ സ്നേഹിച്ചിട്ടില്ലാന്ന്. ഹിജാബി പ്ലീസ്, പഴയ കാലത്തേക്ക് എന്നെ നീ കൂട്ടിക്കൊണ്ടു പോകരുത്. എന്താ, എന്തെങ്കിലും ഉണ്ടോ? എന്നോട് നീ തുറന്നു പറഞ്ഞൂടെ? ഏയ് ഒന്നുമില്ല. ജസീർ കുറച്ച് സമയം മിണ്ടാതിരുന്നു. അപ്പോൾ പോലും ഞാൻ നിനക്കായി പ്രാർത്ഥിക്കും. ഹിജാബി എന്നെ വിട്ടു പോകരുത് കേട്ടോ, അതെനിക്ക് ഇഷ്ടമല്ല. എന്തിനാണ് എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്? സ്നേഹമെന്നത് സ്വന്തമാക്കലല്ല, ഒരാൾ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അത് അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും അവൾക്ക് വിഷമം തോന്നി. ജസീർ വീണ്ടും മൃദുവായി പറഞ്ഞു, ഹിജാബി എനിക്കൊരാഗ്രഹമുണ്ട്. പറയൂ. ഒരിക്കൽ ഒരേയൊരു തവണ എൻ്റെ മുമ്പിൽ ഒന്ന് വന്നു നിൽക്കൂ. അത്രക്കും നിന്നോടുള്ള അടങ്ങാത്ത പ്രണയം കൊണ്ടാണ് ഞാൻ നിന്നോടത് ചോദിക്കുന്നത്. എന്തിനാണ് അങ്ങനെ വരുന്നത്? അത് ഞാൻ നിന്നെ നോക്കി പറയാം. എന്ത്? അത് എനിക്ക് ഉള്ളു തുറന്ന് നിന്നോട് പറയണം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഇപ്പോൾ പറഞ്ഞില്ലേ? അതെ, പിന്നെന്താ? നിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറയുന്നതിൻ്റെ സുഖം വേറെയാണ്. അവൾ ചെറുതായി ഒന്ന് ചിരിച്ചു. നീ ശരിക്കൊരു ഭ്രാന്തനാണല്ലോ. അതെ ഹിജാബി, നിന്നെ സ്നേഹിച്ച ശേഷം ഞാനൊരു ഭ്രാന്തനായി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഹിജാബി വീണ്ടും ചോദിച്ചു, ജസീർ, നിനക്ക് ലോകം മുഴുവൻ ലഭിച്ചാൽ എനിക്ക് എന്ത് സമ്മാനം തരും? ജസീർ ഒട്ടും ആലോചിച്ചില്ല. ലോകം മുഴുവൻ ലഭിച്ചാലും അപ്പോൾ നീ? എനിക്കൊരിക്കലും ലോകം മുഴുവനോ ഈ ലോകത്തിലുള്ള സമ്പത്തോ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നീ എന്ന ബിന്ദുവിനെയാണ് എനിക്ക് ആവശ്യം. ഞാൻ നിൻ്റെ കൂടെ ജീവിക്കും. ലോകം മുഴുവൻ എനിക്ക് തന്നാൽ നിനക്കൊന്നും ബാക്കിയുണ്ടാവില്ലല്ലോ. എനിക്ക് നീ ഉണ്ടല്ലോ. ഹിജാബി ഒരു നിമിഷം പറഞ്ഞു. ആ കരച്ചിലിൻ്റെ ശബ്ദം ജസീറിൻ്റെ നെഞ്ച് കീറി മുറിച്ചു. അപ്പോൾ എന്നോട് ഇഷ്ടമുണ്ടല്ലേ? ഹിജാബിയുടെ വാക്കുകൾ ജസീർ കേട്ട് പറഞ്ഞു, കരയല്ലേ പൊന്നെ. എനിക്കിത്രയും സ്നേഹം അർഹതയുണ്ടോ? എനിക്കറിയില്ല. പിന്നെ എൻ്റെ ഹൃദയം എന്തിനാണ് നിന്നെ തന്നെ തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ട്? അതിന് കാരണമില്ല. രാത്രി കൂടുതൽ ആഴമായി. ചന്ദ്രപ്രകാശം മരങ്ങൾക്കിടയിലൂടെ പതിച്ചു. ജസീർ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി. അല്ലാഹുവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് ഈ പെൺകുട്ടിയാണ്. അവൾ എവിടെയായാലും സുരക്ഷിതയാക്കണേ. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ ഒരിക്കലും വരാതിരിക്കട്ടെ. പ്രാർത്ഥന കേട്ടപ്പോൾ ഹിജാബിക്ക് കരച്ചിൽ അടക്കാനായില്ല. അവൾ മൃദുവായി പറഞ്ഞു, ജസീർ, ഒരു നാൾ ഞാൻ നിൻ്റെ മുന്നിൽ വരും. ജസീറിൻ്റെ കണ്ണുകൾ തിളങ്ങി. സത്യമാണോ? അതെ. എപ്പോൾ? അതെപ്പോഴെന്ന് പറയാൻ കഴിയില്ല. ഞാൻ കാത്തിരിക്കും. എത്ര കാലം? എൻ്റെ അവസാന ശ്വാസം വരെ. ഹിജാബി മൃദുവായി പറഞ്ഞു. അപ്പോൾ ഞാനും വാഗ്ദാനം ചെയ്യുന്നു. എന്ത്? നിൻ്റെ സ്നേഹത്തെ ഒരിക്കലും ഞാൻ മറക്കില്ല. അവളുടെ ശബ്ദം പതിയെ കാറ്റിൽ അലിഞ്ഞുപോയി. ഹിജാബി മറുപടിയില്ല. ഹിജാബി വീണ്ടും നിശബ്ദത. പക്ഷേ ആ രാത്രിയിലെ കാറ്റിൽ അവളുടെ സുഗന്ധം മാത്രം അവശേഷിച്ചിരുന്നു. ജസീർ ആകാശത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. നീ എവിടെയാണെങ്കിലും എൻ്റെ ഹൃദയം നിന്നെ കണ്ടെത്തും. കാരണം ഞാൻ ആദ്യം പ്രണയിച്ചത് നിൻ്റെ മുഖത്തെയല്ല, നിൻ്റെ ആത്മാവിനെയാണ്. ആ രാത്രി അവസാനിക്കുവാൻ പോകുന്നു. ജസീർ ബെഡ്റൂമിലേക്ക് പോയിട്ടില്ല. അവരുടെ പ്രണയം അവസാനിച്ചിട്ടില്ല. ഒരാളെ കാണാൻ കൊതിക്കുന്നവൻ, മറ്റൊരാൾ കാണാൻ കഴിയാതെ സ്നേഹിക്കുന്നവൾ. ആ രണ്ട് ഹൃദയങ്ങൾക്കിടയിൽ പറഞ്ഞു തീരാത്ത വികാരങ്ങളും പ്രതീക്ഷകളും പ്രാർത്ഥനകളും നിറഞ്ഞ ഒരു പ്രണയം. ശരിക്കും നൂർജഹാനെ അത് ജസീറിനെ ഇട്ട് നല്ലൊരു വട്ടം കറക്കൽ നടത്തുന്നുണ്ട്. അതെ, തൽക്കാലം ഞാൻ കുറച്ചു കാലം ജിന്നാവാം, ജിന്നായി അഭിനയിക്കാം, എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല. എന്നാൽ അതാ അവൻ ആ മാളിക മുകളിൽ നിന്ന് താഴോട്ടിറങ്ങിയില്ല.
അവൻ ആ ഫോണും പിടിച്ച് നോക്കിയെന്നു. അവൾ എപ്പോഴോ പോയിരിക്കുന്നു. പെട്ടെന്ന് അതാ ഒരു കോൾ വരുന്നു. ജസീർ ഒന്ന് ഞെട്ടി. അതെ, ഹിജാബി. ഹലോ. ആ, അപ്പോൾ പോയിട്ടില്ലേ? ഞാൻ പറന്നകന്ന് മാഞ്ഞു പോയില്ല ഇവിടുന്ന്. എന്ത് പോവാതെ? പോയി കിടന്നിറങ്ങാൻ നോക്ക്. ഹിജാബി, കഴിയുന്നില്ല. അതെ, ഞാൻ നിൻ്റെ മുമ്പിലേക്ക് വരാം. എന്തായിട്ട് വരാം? ഒരു പൂമ്പാറ്റയായിട്ട് വന്നാൽ മതിയോ? ഹിജാബി, നീ നിൻ്റെ രൂപത്തിൽ വാ. എനിക്ക് എന്തെന്നില്ലാത്ത. ശരിക്കും അതെ, ജസീറിന് വട്ടായ പോലെയുള്ള സംസാരമായിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നീ പറഞ്ഞല്ലോ ഈ ദുനിയാവിൽ നിൻ്റെ അത്ര ഒരാളെ ഞാൻ സ്നേഹിച്ചിട്ടില്ലാന്ന്. പക്ഷേ ഞാനൊരു ജിന്നായ സ്ഥിതിക്ക് എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം. നിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ, നിൻ്റെ വിഷമങ്ങളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. എന്ത് പറഞ്ഞാലും ഞാനതിന് ഉത്തരം നൽകിയിരിക്കും. ജസീർ, നീ എന്നോട് പറഞ്ഞില്ലേ ഞാനാണ് നിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെന്ന്? ഈ ദുനിയാവിൽ ആദ്യമായിട്ട് എനിക്കിങ്ങനെ പ്രണയം ആദ്യമായിട്ടാണ് ഉണ്ടായതെന്ന് നീ പറഞ്ഞില്ലേ? ആ, അത് പറഞ്ഞു. അത് സത്യമാണോ? അതെ, സത്യം. ഉറപ്പായിട്ടും ഒന്ന് നിൻ്റെ ജീവിതത്തിൽ പിന്നോട്ടേക്കൊന്ന് നോക്കിയൊക്കെ. അവനൊരു നിമിഷം ആലോചിച്ചു. എന്താ ആലോചിച്ചിട്ട് വല്ല എത്തും പിടിയും കിട്ടിയോ? അത് എനിക്ക് കൂടുതൽ ആലോചിക്കാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം മൊത്തത്തിൽ അതെ കുളം തോട്ടിയ അവസ്ഥയാണ്. ഒരിക്കൽ പോലും എനിക്ക് നല്ലതെന്ന് ചിന്തിക്കാൻ അല്ലെങ്കിൽ നല്ല നിമിഷങ്ങൾ എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എൻ്റെ ജീവിതം മുഴുവനായിട്ട് വളരെയധികം നെഗറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്ത സംഭവങ്ങളായിരുന്നു എല്ലാം. എൻ്റെ ജീവിതം എന്ന് വെച്ചാൽ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് വളരെയധികം വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം അറിയണം. നീ നിൻ്റെ ബാല്യകാലത്തിലേക്ക്, അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പേക്ക് ഒന്ന് നടന്നു പോകുമോ? ഹിജാബി, നീ എന്തീ പറയുന്നത്? അതെ, അങ്ങനെ പോകുമോ? അങ്ങനെ പോകുവാൻ എനിക്ക് സാധിക്കില്ല. അതെന്താ? എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എരിയുന്ന ഒരു കനൽ അവിടെ ഉണ്ടാകും. അത് ഞാൻ മറക്കുവാൻ വേണ്ടി ശ്രമിച്ചതാണ്. വീണ്ടും അത് ഓർത്തെടുക്കാൻ എനിക്ക് കഴിയില്ല. ഞാനത് മണ്ണിട്ട് മൂടിയതാണ്. അതെന്തായിരുന്നു? നിൻ്റെ ഇഷ്ടമായിരുന്നു. അതെ, എൻ്റെ ഒരു ഇഷ്ടമായിരുന്നു. എൻ്റെ ഇഷ്ടങ്ങൾ, സന്തോഷങ്ങൾ. പക്ഷേ അതൊന്നും ഒരിക്കലും യാഥാർത്ഥ്യമായില്ല. അത് വെറും സ്വപ്നങ്ങളായി മാറിക്കഴിഞ്ഞു. ജസീർ അവൻ്റെ മനസ്സ് തുറക്കുന്നു. നൂർജഹാൻ അതാ നല്ല രീതിയിൽ ജസീറിനെ പറഞ്ഞ് അവൻ്റെ ഉള്ളു തുറക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുമുണ്ട്. ഹിജാബി, എന്നോട് ദയവായി അതിനെക്കുറിച്ചൊന്നും ചോദിക്കരുത്. എനിക്കത് പറയാനുള്ള ശക്തിയില്ല. എനിക്കതിനുള്ള ത്രാണിയില്ല. എന്താ ജസീർ, നീ മിടുക്കനല്ലേ? നീ കരുത്തനല്ലേ? നീ ഇത്രമാത്രം നിൻ്റെ മനസ്സിൽ ഓലമായിരുന്നോ? പിന്നെ എന്താണ് നീ ഇങ്ങനെ? ഞാൻ കണ്ടപ്പോൾ നീ കുറച്ച് സ്ട്രോങ് ആയിരുന്നല്ലോ, സ്ട്രിക്റ്റ് ആയിരുന്നല്ലോ. നീ വേറെ രീതിയിലായിരുന്നല്ലോ എന്നോട് പെരുമാറിയിരുന്നത് ആദ്യമൊക്കെ. ഇപ്പം എന്ത് ഇത്രമാത്രം ലോലമായോ? സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരുന്നു കേട്ടോ. ജസീർ ഇത്രമാത്രം സോഫ്റ്റായ ആളായിരുന്നോ? ജബി, അതെ, ഞാനൊരു പാവമായിരുന്നു. അതായത് എനിക്ക് ആരോടും ഒന്നും ഉണ്ടായിരുന്നില്ല, വെറുപ്പ് വിദ്വേഷമൊന്നും. പക്ഷേ എന്നെ ആക്കി തീർത്തതാണ് ഹിജാബി. എന്താ അപ്പം ഞാൻ ചോദിച്ചില്ലേ എന്നേക്കാൾ കൂടുതൽ ആരെയും സ്നേഹിച്ചിരുന്നോന്ന്? അതിനെന്താ മൗനം പാലിച്ചത്? പിന്നെ അത് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്കതിന് കഴിയുന്നില്ല. പറ ജസീർ, ഞാനെല്ലാം കേൾക്കാം. എന്താ നീ ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? ഞങ്ങളുടെ വീടിൻ്റെ മുകളിലത്തെ ആ ഭാഗത്ത് റൂമിൽ. ആരെങ്കിലും കേൾക്കോ? ഇല്ല, ഇങ്ങോട്ട് ആരും കടന്നു വരില്ല. കാരണം ഇവിടം വിജനമാണ്. ഇവിടേക്ക് ആരും പ്രവേശിക്കില്ല. അത് പൂട്ടിയിട്ട ഒരു റൂമുണ്ട്. ആ റൂമിൻ്റെ ജനവാതിൽ തുറന്നു കഴിഞ്ഞാൽ ദൂരെയുള്ള വയലുകൾ കാണാം, ദൂരെയുള്ള മരങ്ങൾ കാണാം, സൂര്യാസ്തമയവും കാണാം. അതുകൊണ്ട് തന്നെ അവിടേക്ക് നോക്കി നിൽക്കുമ്പോൾ എൻ്റെ ഹിജാബി അവിടെയുണ്ട് എന്നൊരു തോന്നലാണ്. ആ ജനൽ വഴി എൻ്റെ അരികിലേക്ക് നീ കടന്നു വരുമോ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കും. ഓ, അങ്ങനെ അല്പം സാഹിത്യമൊക്കെ ഉണ്ടല്ലേ? അതെ, എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന സാഹിത്യമാണതെല്ലാം. എൻ്റെ ഹിജാബി ആ വയലിലൂടെ നടന്നു വരുന്നുണ്ട്. ഞാൻ അവളെ കൈപിടിച്ച് കയറ്റും എന്ന് ഞാൻ എപ്പോഴും തോന്നാറുണ്ട്. അതിനാണ് ഒറ്റയ്ക്ക് ഇവിടെ വന്ന് ഇരിക്കുന്നത്.
ഓ അങ്ങനെ അതല്ല, അപ്പോൾ എന്നോട് കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ. എന്തായിരുന്നു ആ വിഷമം? നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ കനലായി എരിയുന്ന ആ വിഷമം എന്താണെന്ന് എന്നോട് പറഞ്ഞൂടെ? പറയാം. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞാൽ അതൊരിക്കലും എനിക്ക് തിരിച്ചു കിട്ടില്ലല്ലോ. എൻ്റെ ജീവിതത്തിലെ വലിയൊരു നഷ്ടമാണ്. അതിനുശേഷമാണ് എൻ്റെ സ്വഭാവം ആകപ്പാടെ മാറിയത്. ഞാൻ ക്രൂരനായത്, ഞാൻ മയക്കുമരുന്നിന് അടിമയായത്, ഞാൻ പെണ്ണ് പിടിയാനായത്, ഞാൻ മദ്യവും കഞ്ചാവും വലിക്കുന്നവനായത്, കുടിക്കുന്നവനായത്. ഞാൻ അതിനുശേഷമാണ് എൻ്റെ ശരീരവും മനസ്സും ഒരുപോലെ ഇനിയൊരിക്കലും ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് വരെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ മൂകമായിരുന്ന ആ നിമിഷങ്ങൾ, ഞാൻ വളരെയധികം നിരാശയോടെ പുറത്തു വരുന്ന ദിവസങ്ങൾ എൻ്റെ കൂട്ടുകാർ എന്നോട് പറയും, ജസീർ നിനക്ക് എന്ത് പറ്റി? നീ നല്ല സ്മാർട്ടായിരുന്നല്ലോ, നിനക്ക് എന്ത് പറ്റി എന്നെൻ്റെ കൂട്ടുകാർ പറയും. ഞാൻ പറഞ്ഞു, എനിക്ക് മരണമാണ് ഏറ്റവും ഇഷ്ടമെന്ന്. എനിക്കൊരിക്കൽ പോലും ഈ ജീവിതം എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പലപ്പോഴും അവരോടായിട്ട് പറഞ്ഞിരുന്നു. ഇഷ്ടം പോലെ ക്യാഷുണ്ട്, ഇഷ്ടം പോലെ സ്വത്തും സമ്പത്തും, വലിയ വീടും വാഹനങ്ങളുമെല്ലാം. പക്ഷേ എൻ്റെ മനസ്സ് വളരെയധികം സങ്കടകരമായിരുന്നു. കാര്യം മറ്റൊന്നുമല്ലായിരുന്നു. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എരിയുന്ന തീക്കനലായിരുന്നു. എന്താണ് ജസീർ, കാര്യം പറയൂ. എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അതെ, എന്നെക്കാളേറെ ഇഷ്ടമുള്ള ആരും ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ. ഹിജാബി, ഞാൻ ഇനി അത് പറഞ്ഞിട്ടെന്താ? അതൊക്കെ മൺമറഞ്ഞു പോയിട്ടുണ്ടാവും. ഒരിക്കൽ പോലും എനിക്കതൊന്നും ഇനി തിരികെ കിട്ടില്ല. ഓ അങ്ങനെയാണോ? അതുകൊണ്ടാണെങ്കിൽ വിഷമിക്കേണ്ട. എന്നിട്ട് എന്ത് സംഭവിച്ചേ പറയൂ. എന്ത് ചെയ്യാൻ, ഞാൻ ജീവിതത്തിനും മരണത്തിനും ഇടയിലായിരുന്നു എൻ്റെ ജീവിതം. എന്നാൽ ഞാനൊരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് കടക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർ എന്നെ സാന്ത്വനത്തിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി എനിക്ക് തന്നു. അവർ ഇത് നീ ഒന്ന് കുടിച്ചു നോക്ക്, തീർച്ചയായും നിനക്ക് നല്ലൊരു സമാധാനം കിട്ടും. അങ്ങനെ ഞാൻ ആ വഴിയിലേക്ക് പ്രവേശിച്ചു. പതുക്കെ പതുക്കെ പിന്നെ വീട്ടിൽ നിന്നുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം ഓർത്ത് ഉമ്മയോട് പലപ്പോഴുമായിട്ട് ഞാൻ കച്ചറയുണ്ടാക്കി. അതെ, ഉമ്മ എന്നെ അത്രയ്ക്ക് മോശമായ രീതിയിൽ ചിത്രീകരിച്ചു. എല്ലാവരുടെയും ഇടയിൽ വെച്ച് നാണം കെട്ടവൻ, നാണമില്ലല്ലോ നിനക്ക് എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ ഹിജാബ് ചോദിച്ചു, എന്തായിരുന്നു ആ സംഭവം? ആ സംഭവം ഒന്ന് എന്നോട് വിശദീകരിച്ച് പറയാമോ? എന്നാൽ ജസീർ പറഞ്ഞു, വേണ്ട, ഇനി ഒരാളും ആ സംഭവം അറിയുവാൻ വേണ്ടി ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് കഴിഞ്ഞു പോയ ചരിത്രങ്ങളാണ്. നീ ചോദിച്ചപ്പോൾ മാത്രം പറഞ്ഞതാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ. അതെ, അതിനുശേഷം വീണ്ടും ഒരു പ്രണയം ഇപ്പോഴാണ് വരുന്നത്. അതിനിടയിൽ എനിക്ക് പ്രണയമുണ്ടായിട്ടില്ല. ആരോടും ഉണ്ടായിരുന്നു, പലരോടും. ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റുന്ന, അതും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹവും ഇഷ്ടവുമില്ലാത്ത രീതിയിൽ ഉള്ള ഓരോ കേസുകൾ. അതല്ലാതെ എൻ്റെ മനസ്സിലേക്ക് വീണ്ടും എന്നെ ഞാനാക്കി മാറ്റുന്നത് നീയാണ് ഹിജാബി, നീ എന്ന ജിന്നെ. എൻ്റെ ജിന്നെ, നീ മറഞ്ഞു നിൽക്കാതെ എൻ്റെ മുമ്പിലേക്ക് ഒന്ന് വരുമോ? വരാം. അതിനു മുമ്പായിട്ട് എനിക്ക് ആ കാര്യം വിശദമായി ഒന്നറിയണം. ജസീർ പറഞ്ഞു, ഇല്ല ഹിജാബി, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവൾ വാശി പിടിക്കുന്നു, എനിക്ക് അറിഞ്ഞേ തീരൂ. എന്നോടത് പറഞ്ഞില്ലെങ്കിൽ ഒരിക്കൽ പോലും പിന്നെ എന്നെ കാണില്ല. ഞാനെന്ന ജിന്നെ പറന്ന് പറന്ന് അങ്ങ് ദൂരേക്ക് പോകും. പിന്നീടൊരിക്കലും എന്നെ കാണില്ല. പിന്നെ ഞാൻ പള്ളിക്കാട്ടിലായിരിക്കും എൻ്റെ വാസം. ശരിക്കും ജസീർ അത് പറഞ്ഞപ്പോൾ, ഹിജാബി പോകരുത്, എന്നെ കൂടെ ഇനിയും നീ എന്നെ വിട്ടു പോകരുത്. എന്നാൽ പറ, ഞാൻ പറയാം എല്ലാം. അങ്ങനെ അതാ ജസീർ അവളോട് എല്ലാം തുറന്ന് പറയുകയാണ്. തൻ്റെ മനസ്സിലെ തീരാത്ത വേദന, തീരാത്ത നഷ്ടങ്ങൾ, അതെല്ലാം. ഇൻഷാ അല്ലാ അതെന്തായിരിക്കും നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.